അവനെ സൂചിപ്പിക്കുന്നത് പി എന്ന് പറഞ്ഞിട്ടാണ്. അവന്റെ അളവുന്നതിന് എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതിന്റെ സൂചിക എന്താണ് ഇ എന്നാണ്. പക്ഷെ അവന്റെ അളവുമാനം എന്താണ് വോൾട്ട് എന്നാണ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധം. നമ്മളൊരു കറണ്ട് എന്തിനോ കൊള്ളുന്ന റെസിസ്റ്റൻസ് ഉണ്ടാവും. അതിനെ പറയുന്ന സൂചിക R. ഇവിടെ അളവുമാനം ഓംസ് എന്ന് പറയും. കറണ്ടിന്റെ സൂചിക എന്താണ് ആംബിയർ. അപ്പൊ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് അറിയാൻ പോകുന്നത് വാട്ട്, വോൾട്ട്, ആംബിയർ. വാട്ട്, വോൾട്ട്, ആംബിയർ ഇത് മാത്രമേ നമുക്ക് ഇവിടെ പ്രയോജനം വരുള്ളൂ. ആ സമയം പി വരും. ഇവിടെ വി എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ, ഇ എന്ന് പറഞ്ഞാൽ അറിയില്ല. ദെൻ ഐ. ഓക്കെ. ദെൻ ഇപ്പൊ നമ്മൾ സാധാരണ പറയും ലെങ്ത്തിന്റെ സൂചിക എന്താണ് എല്. അതിനെ അളക്കുന്നത് എങ്ങനെയാണ്? വിത്തിന് എന്താ പറയാ ബി പറയും. അതിന് സെന്റിമീറ്റർ ആയിട്ട് നമുക്ക് പറയും. ഏരിയ എന്താ പറയാ എ. അതിനെന്താ അളവുമാനം എന്താ സ്ക്വയർ സെന്റിമീറ്റർ എന്നൊക്കെ പറയാം ഇല്ലേ? സ്ക്വയർ സെന്റിമീറ്റർ പറയാം. ശരി. പവർ എന്ന് വെച്ചാൽ ഇ ഇൻറ്റു ഐ. ഇ ഇൻറ്റു ഐ ഇത് നൊട്ടേഷൻ ആണ്. നമ്മൾ പഠിച്ചിരിക്കുന്നത് പവർ എന്ന് വെച്ചാൽ വി ഇൻറ്റു എ. വി എന്ന് വെച്ചാൽ എന്താണ്? എ എന്ന് വെച്ചാൽ എന്താണ്? ആംപിയർ. അപ്പൊ വോൾട്ടേജിനെ കറണ്ട് കൊണ്ട് കുറിച്ചാൽ എന്ത് കിട്ടും? വാട്ട് കിട്ടും. മനസ്സിലായി? പഠിക്കുന്നത് അല്ലേ?